നമുക്കൊപ്പം നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്നും ദിലീപ് ദേവസ്യ കൊല്ലത്ത് നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ആദിൽ പാലോടിലേക്കാണ്. അതിൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഈ ചൂട് കൂടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറ്റ് ദ ബീറ്റ് എന്നതിനെ പ്രത്യേക തരത്തിലുള്ള പദ്ധതികൾ, മുന്നറിയിപ്പുകൾ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കാലാവസ്ഥാ മന്ത്രാലയങ്ങൾ ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇനി സ്വീകരിക്കേണ്ടത്? എത്ര നാളിങ്ങനെ ചൂടി കൂടി നിൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്? അതിൽ ഈ മാസം 31 വരെ ഈ തരത്തിൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തൽ. വേനൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു. എന്നാൽ അടുത്ത ആഴ്ച വേനൽ മഴയുണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയർന്നേക്കുമെന്നതാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ചൂട് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാടാണ്. 39.5 ഡിഗ്രി സെൽഷ്യസ്, 40-അടുത്ത് ചൂട് പാലക്കാട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. പുനലൂരിൽ 38.5 ഡിഗ്രി സെൽഷ്യസും തൃശൂർ വെള്ളാനിക്കരയിൽ 38 ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ചുള്ള രേഖയാണ്. നാളെയും മറ്റന്നാളും ഇന്നടക്കം കൂടുതൽ ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതുപോലെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ജില്ലകളിലൊക്കെ കനത്ത ചൂട് അനുഭവപ്പെടും. ഈ അലർട്ട് ഇല്ലാത്ത ജില്ലകൾ തന്നെ, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ തന്നെ വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്, താപനില രേഖപ്പെടുത്തുന്നുണ്ട്. പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള സർക്കാർ ഏജൻസികൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക, 11 മണി മുതൽ 3 മണി വരെ ലേബർ കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിലൊരു നിർദ്ദേശം നൽകിയതാണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം പുറം പണികളിൽ ഏർപ്പെടാതിരിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, മറ്റ് കൂൾ ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. ആ ജീവിതശൈലിയിലേക്ക് ആളുകൾ മാറുക എന്ന നിർദ്ദേശം ആവർത്തിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വരുന്ന ദിവസങ്ങളിലും ചൂടുകൂടും, വരണ്ട കാറ്റാണുള്ളത്, വേനൽ മഴ കുറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് അടുത്ത ദിവസങ്ങളിലും വേനൽ കനക്കുമെന്ന നിരീക്ഷണത്തിലേക്ക് കാലാവസ്ഥാ കേന്ദ്രം എത്തുന്നത്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, കൊല്ലത്ത്, പാലക്കാട്, നേരത്തെ ആദിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കൊല്ലമാണ്, പുനലൂരാണ്. ദിലീപിൻ്റെ കയ്യിലൊരു ജ്യൂസ് കാണാം. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ജ്യൂസ് കുടിക്കുന്നു. ഇന്ന് മുഴുവൻ ജോലിയെടുത്ത് ക്ഷീണിച്ചുകൊണ്ട് ദിലീപ് ഈ ലൈവിൽ നമുക്കൊപ്പം ചേരുന്നു എന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. എങ്ങനെയുണ്ട് ചൂട് കൊല്ലത്ത്? മില്ലെ, ചൂട് 40ലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കുടിക്കുന്ന 3ാമത്തെ ജ്യൂസാണ്. ഈ ദിവസത്തിൽ 3ാമത്തെ ജ്യൂസാണ് ഇപ്പോൾ കഴിക്കുന്നത്. അതായത് അത്രമേൽ ചൂടാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിലുള്ള എല്ലാവരും തന്നെ ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടും ശീതളപാനീയങ്ങൾ കുടിച്ചുകൊണ്ടും ശുദ്ധമായ പച്ചവെള്ളം കുടിച്ചുകൊണ്ടുമാണ് ഈ ചൂടിനെ പ്രതിരോധിക്കുന്നത്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ടേൽക്കരുതെന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. അങ്ങനെ ഒക്കെ ആളുകളാണ് ഇങ്ങനെ ഇപ്പോൾ ഈ ചൂടിനെ പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വേനൽ മഴ പെയ്തെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ചൂട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചൂട് ഈ സമയത്ത് കൂടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ ഫ്രൂട്ട്സിലെ കടകൾക്ക്, അതുപോലെ തന്നെ ജ്യൂസ് കടകൾക്കൊക്കെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. ഏത് ജ്യൂസാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്? ഇവിടെ നാരങ്ങ വെള്ളം, ലൈമ, സോഡയും നാരങ്ങ വെള്ളവും സോഡ ലൈമൊക്കെ ഒരുപാട് പോകുന്നത്. ചൂട് കൂടുതലായ സമയത്ത് ദാഹം തീർക്കാനാണ് ഈ ലൈം, അങ്ങനെ ഷാർജ ഷേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആളുകൾ അതും പോകുന്നുണ്ട്. അത് ഒരുപാട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ലൈം, സോഡ, വെള്ളം, അതൊക്കെ പോകുന്നു. ഇനി വെള്ളം ആണ് ബിന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ചൂടൊക്കെ ആകുമ്പോൾ പല ആളുകളും ഈ ഇതിലെത്തിയിട്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ചൂടൊക്കെ? ചൂട് നല്ല ചൂടാണ്. ചേച്ചി ജ്യൂസ് കുടിക്കുന്നില്ലേ? ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചത്. മോളോ? കുടിച്ചോണ്ടിരിക്കുന്നു. ഓറഞ്ചാണോ? അതെ, ഓറഞ്ചാണോ ഇഷ്ടം? അങ്ങനെയല്ല, എല്ലാം കുടിക്കും. ഈ ചൂടിനെ പ്രതിരോധിക്കാനാണോ ഈ ഓറഞ്ച് ജ്യൂസ്? വത്തക്ക, ഞാൻ ഈ വത്തക്ക ജ്യൂസാണ് കുടിക്കുന്നത്. നമുക്ക് ഇഷ്ടം അത്രേ ഉള്ളൂ. ഇന്നും കുടിക്കുക ജ്യൂസ്? വല്ലപ്പോഴൊക്കെ കുടിക്കാം. എന്ന് മേടിച്ചെടുക്കും മിക്കവാറും ചൂടായതുകൊണ്ട്. എങ്ങനെയാണ് ചേച്ചി ചൂടിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? നമ്മളെ ഈ കൊല്ലത്ത് ചൂട് ഇപ്പോൾ 40ലേക്ക് അടുക്കുകയാണ്. പാലക്കാട് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ചൂട് ഈ കൊല്ലത്താണ്. എങ്ങനെയാണ് നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിക്കുന്നത്? കഴിയുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. ഉച്ചയ്ക്ക് ശേഷം ആണ് ഇറങ്ങാറ്. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി, ചൂട് എങ്ങനെയുണ്ട്?
നന്നായി. ചൂടിനെ ഇതാക്കാൻ തണുപ്പിക്കാനാണോ ഇപ്പൊ ഈ ആ, ഇതെന്താ സാധനം ഷെയ്ക്കാണ്? ഷാർജ. ആ, നല്ല ചൂടുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ടും വെയിൽ കൊള്ളാതെയാണ് ഇപ്പം നമ്മുടെ കൊല്ലത്തുകാരുടെ ജീവിതം. ആ, അതെ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കൊല്ലത്തിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, ചൂട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു, ഈ വെയിലത്ത് ഇറങ്ങാതെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ രാവിലെ 11 മണി മുതലുള്ള വെയിൽ നേരിട്ടേൽക്കാതെ ഇരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. കാരണം ബിന്നിലിന് തന്നെ അറിയാലോ, പല ആളുകളുടെയും ജോലി ഇതൊന്നും സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പെയിൻറ്റർമാരുണ്ട്, ഈ മേസ്തിരിപ്പണിക്കാരുണ്ട്, കൽപ്പണിക്കാരുണ്ട്, റോഡ് പണിക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരുപക്ഷെ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ സാധിച്ചില്ലെങ്കിലും വലിയ തരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്. എന്തായാലും ഈ ചൂടത്ത് ഇങ്ങനെ വെള്ളം കുടിച്ചും തണുപ്പത്തിരുന്നുമൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ 3ാമത്തെ ജ്യൂസാണ്. ഇങ്ങനെ സാമ്പത്തികമായി എന്തായാലും ആ 3ാമത്തെ തണ്ണിമത്തൻ ജ്യൂസ് പൂർത്തിയാക്കിക്കൊള്ളുക. കൊല്ലംകാരെങ്ങനെ ചൂടിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ദിലീപ് കാണിച്ചു തന്നത്. കൂടുതൽ സമയത്ത് പുറത്തിറങ്ങാതിരിക്കാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ദിലീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അത്തരം ജോലികളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജോലി ചെയ്യേണ്ടതുണ്ട്. അതിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യയാണ് കൊല്ലത്തെ ചൂടിൻ്റെ വിവരങ്ങളുമായി ചേർന്നത്. ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു.